ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കണിമംഗലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ എന്ത് വിതച്ചാലും അത് മുളയ്ക്കുമെന്നുള്ളതാ. ഇനി കാത്തിരിക്കാൻ വയ്യ. ഗൗതമനോട് താനൊന്ന് റെഡിയായിരിക്കാൻ പറയും. ജോലിയുണ്ട്. അപ്പോ എനിക്ക് വിളിച്ചു പറയാൻ തോന്നിയത് നന്നായല്ലേ? തീർച്ചയായും. ഇനി നമ്മുടെ നല്ല കാലം തുടങ്ങാൻ പോവാ. ഞാനെന്നാ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കട്ടെ. മുത്തശ്ശി, ആ മുത്തശ്ശി കാത്തിരിക്കായിരുന്നു. ഇത് എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ആ വേറെ എന്തുണ്ടാക്കിയാലും നിനക്ക് പിടിക്കത്തില്ലല്ലോ. ഇതല്ലേ ഏറ്റവും ഇഷ്ടം. താങ്ക് യു മുത്തശ്ശി. ആ താങ്ക് യു പറഞ്ഞാ പോരാ, അങ്ങോട്ടിരുന്ന് അത് മുഴുവൻ കഴിക്കും. വാ ഇരിക്കേ ഇരിക്കും. ഇത് മുഴുവനും ഞാൻ ഒറ്റയ്ക്കോ? ആ ഇനിയിപ്പൊ പോയാലേ കുറേ ദിവസം കഴിഞ്ഞല്ലേ മോള് വരൂ. അപ്പൊ പിന്നെ ഞാനിതൊക്കെ ആർക്കൊരുക്കി വെക്കാനാ? ഞാൻ പോയിട്ട് കുറച്ച് ഫേമസ് ഒക്കെ ആയിട്ട് പത്രക്കാരനോട് ചോദിക്കുമല്ലോ, എന്താ പ്രിയങ്കയുടെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യമെന്ന്. അപ്പൊ ഞാൻ പറയും, അതൊരൊറ്റ ആളാ, അതെന്റെ മുത്തശ്ശിയാന്ന്. എന്നിട്ട് മുത്തശ്ശി എനിക്ക് ഉണ്ടാക്കി തരാറുള്ള പലഹാരങ്ങളും അതിന്റെ കൂട്ടമൊക്കെ എല്ലാരോടും ഒന്ന് പറയണം. സംഗതി അങ്ങ് വൈറലാവട്ടെ മുത്തശ്ശി. അപ്പൊ പിന്നെ ഈ പത്രക്കാരൊക്കെ ആരെ തേടി വരും? മുത്തശ്ശിയെ തേടി വരും. പിന്നെ ഈ പ്രായത്തിൽ ഇനി എന്നെ തേടി പത്രക്കാരൊക്കെ വരാനിരിക്കല്ലേ. ഒന്ന് മിണ്ടാതിരുന്ന് കഴിക്കുമോളെ. ആ മോളെ, നീ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുമല്ലേ? ഒന്നും പേടിക്കണ്ട, കൃത്യമായിട്ട് നടക്കും. കണിമംഗലത്തെ മരുമകളെ ആരോ തട്ടിക്കൊണ്ടുപോയെന്നുള്ള വാർത്ത നാളെ രാവിലെ എല്ലാവരും അറിയും. പോലീസുകാരും കണിമംഗലത്തുകാരും എല്ലായിടത്തും അലയും. ആ സമയത്തിനുള്ളിൽ സിനിമയുടെ ആദ്യത്തെ ഷെഡ്യൂള് കഴിയും. ഞാൻ ഇവിടേക്ക് തിരിച്ചെത്തും. അങ്ങനെ വരുമ്പോ അങ്ങനെ അങ്ങ് ഓടി വരാൻ പറ്റുമോ മുത്തശ്ശി? എന്നെ തട്ടിക്കൊണ്ടുപോയവരോട് ഫൈറ്റ് ചെയ്തിട്ട് ഒട്ടും വയ്യാതായിട്ട് വല്ല റോഡിലോ കലിങ്ങിലോ എന്നെ ആരെങ്കിലും കണ്ടെത്തുന്ന രീതിയില്. അതെ, ഇതേതാണ്ട് സിനിമാ കഥ കേൾക്കുന്ന പോലെ ഉണ്ടല്ലോ. ഞാനൊരു സിനിമാ താരാവാൻ നടക്കുകയല്ലേ മുത്തശ്ശി. അപ്പൊ ഒരു കഥയുണ്ടാക്കുമ്പോ ഒരു സിനിമാ ടച്ചൊക്കെ വേണ്ടേ? ആൾക്കാരെ വിശ്വസിക്കണ്ടേ? ആ മോള് കഴിക്കും. അതെ മുത്തശ്ശി, എന്നാലും പോകുമ്പോ എന്റെ മനസ്സിലൊരു വിഷമമുണ്ട്. ആ രാധികയുടെ കാര്യം. ആ അത് നീ പേടിക്കണ്ട മോളെ. നീ തിരിച്ചെത്തുന്നത് വരെ അവളും അവനും ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിപ്പോ നിന്റെ അച്ഛൻ അനുഗ്രഹിച്ചാലും ശരി, ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാലും ശരി, അവര് തമ്മിൽ ഒരുമിക്കാൻ ഈ മുത്തശ്ശി സമ്മതിക്കില്ല.